ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. വെരി ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഇന്നെല്ലാവരും ഹോളിഡേ ആയി വീട്ടിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ഡേ 10. നമ്മൾ 9 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ മാജിക്കൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസുമായിട്ട്. ഇതുവരെയുള്ള നിങ്ങളുടെ ചേഞ്ചസ്, നിങ്ങൾ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ഇപ്പോഴത്തെ ദിവസം തമ്മിലുള്ള വ്യത്യാസം, അതൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്താൽ എനിക്കും അതൊരു വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എത്രയാണ് നിങ്ങളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയിൽ പ്രോഗ്രസ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, അത് വായിക്കാനും ഞാൻ കാത്തിരിക്കുകയാണ്. സോ പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസസ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഭയങ്കര രസമാണ്. ഇറ്റ്സ് ലൈക്ക് മാജിക് ഡസ്റ്റ് എവ്രി വൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മാജിക്കൽ പൊടിയുണ്ട്. എന്താണ് ഈ പൊടി? ഓഫ് കോഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? അപ്പം നമ്മൾ ചുറ്റുമുള്ളവർക്ക്, ഓക്കെ, ഇതുവരെയുള്ള ദിവസങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്ത പ്രാക്ടീസ് ആയിരുന്നു. ഇന്ന് ഇത്തിരി മാറി ചിന്തിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക്, ഓക്കെ, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡും ബ്ലെസ്സിങ്സും കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ചുറ്റും നോക്കി. നിങ്ങളുടെ ഈ നിത്യജീവിതത്തിൽ നിങ്ങൾ താങ്ക് ചെയ്യാൻ മറന്നവർ എത്ര പേരാണെന്നറിയോ? അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബസ്സിൽ പോകണം. അപ്പോൾ ബസ് ഡ്രൈവറിന്, കണ്ടക്ടറിനോട് നമ്മൾ ഒരിക്കലും നേരിട്ട് താങ്ക് യു പറയില്ല. അല്ല, മേ ബി ടിക്കറ്റ് തന്ന താങ്ക് യു പറയുന്നവരുണ്ടാവാം, പക്ഷേ അത് ജസ്റ്റ് ഒരു കാഷ്വൽ താങ്ക് യു. അല്ലാതെ അവർ എടുക്കുന്ന എഫേർട്ടിന്, ഓക്കെ, സേഫായിട്ട് ഒരു യാത്രയിൽ എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഷെയർ ചെയ്യാം. ഞാൻ ചാർധാം യാത്രയിൽ പോയിട്ടുണ്ടായിരുന്നു, അതായത് ഉത്തരാഖണ്ഡിൽ. ഓക്കെ, അപ്പോൾ അവിടുത്തെ വഴികൾ, ഞാൻ ആദ്യമായിട്ട് നോർത്ത് സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഫുൾ മലയാണ്. ഓക്കെ, ലൈക്ക് കേദാർനാഥ്, ബദ്രീനാഥ്, ഭയങ്കര നാരോ റോഡ്സും. ഓക്കെ, അപ്പോൾ ഒറ്റ വഴിയിലേ പോകാൻ പറ്റുള്ളൂ. ഭയങ്കര കയറ്റമാണ്. അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ബസ്സിന് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിട്ടും നമ്മളെ എത്ര സുരക്ഷിതമായിട്ടാണ് ആ ഒരു 2 ആഴ്ച നമ്മളെ കൊണ്ടുപോയത്. അവരടുത്ത് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഓക്കെ, കാരണം അത്രയും നാരോ റോഡ്സിൽ മഴയുണ്ട്, ഭയങ്കര തണുപ്പാണ്. എന്നിട്ടും ഇത്രയും സേഫായി നമ്മളെ എത്തേണ്ട സ്ഥലത്ത് കൃത്യസമയത്തിന് എത്തിച്ച്, ഓക്കെ, ഒരിക്കലും ലേറ്റ് ആവില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇവർ എത്ര ഒരു പുണ്യകർമ്മമാണ് ചെയ്യണത്. അതായത് തീർത്ഥാടന സ്ഥലങ്ങളാണ് അവിടെ മെയിൻലി. അപ്പോൾ അവിടെ ഇത്രയും സേഫായിട്ട്, കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ അവിടെ ലാൻഡ് സ്ലൈഡ് ഭയങ്കര നിത്യമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഈവൻ നൗ, ഓക്കെ, ലാൻഡ് സ്ലൈഡ് നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ. ഉത്തരാഖണ്ഡ് ഭാഗത്ത് മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായ ഉള്ള റോഡുകളിൽ ഇവർ ഡെയിലി എത്ര പേരെയാണ് സുരക്ഷിതമായി എത്തിക്കുന്നത് അവരവരുടെ സ്ഥാനങ്ങളിൽ, അല്ലേ? അപ്പോൾ അതിന് ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി നന്ദി പറയാറുണ്ട്. ഇത്രയും സുരക്ഷിതമായിട്ട് നമ്മളെ ഓരോ സ്ഥലത്ത് എത്തിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരെ, ഓക്കെ, അതായത് എയർപോർട്ട് വരെ നമ്മുടെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് എത്തിച്ചതിന് നന്ദി. അതുപോലെ നമ്മുടെ കാര്യം ആലോചിക്കുക. പെട്ടെന്നാണ് നമ്മൾ ചില ബസ് ആക്സിഡൻറ്റിൻ്റെ വാർത്തകളും ട്രെയിൻ ആക്സിഡൻറ്റിൻ്റെ വാർത്തകളും ഒക്കെ കേൾക്കാം. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ട്രെയിൻ ജേർണിയോ ഒരു ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാലോ എന്തൊരു ദുർഘടമായിരുന്നു അഹമ്മദാബാദിൽ നടന്നത് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റ് എടുക്കുമ്പോഴും ട്രെയിൻ എടുക്കുമ്പോഴും നമ്മൾ ആ ഓപ്പറേറ്റേഴ്സിനോട് നന്ദി പറയുന്നുണ്ടോ? ഓക്കെ, ക്യാപ്റ്റനോ ഡ്രൈവറോ, അവരുടെ അടുത്തൊക്കെ നന്ദി പറയേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ അതെല്ലാം ഓർത്തെടുത്ത് അവർക്ക് നന്ദി പറയാനും പുട്ട് മാജിക്കൽ ഡസ്റ്റ് ഓൺ ദെം. ഓക്കെ, അതാണ് ഇന്നത്തെ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ സർവീസസ് ഉപയോഗിക്കുന്ന കുറേ പേരുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി, അവിടുത്തെ വെയിറ്റേഴ്സ് ക്ലീൻ ആക്കിയിട്ടാണ് തരിക ടേബിൾ, അല്ലേ? അപ്പോൾ അവരോട് നിങ്ങൾ നന്ദി പറയുക. അവിടുത്തെ കുക്ക്, നേരെ പോയി പറയാനല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിൽ അവർക്ക് നന്ദി പറയുക, അവർക്ക് നല്ല വിഷസ്, നല്ല ബ്ലെസ്സിങ്സ് കൊടുക്കുക. അപ്പോൾ പുട്ട് മാജിക്കൽ ഡസ്റ്റ് ഓൺ എവ്രി വൺ. അപ്പോൾ എസ്പെഷ്യലി ഈ പബ്ലിക് ഏരിയാസിൽ, ലൈക്ക് എയർപോർട്ട്സ്, ഹോട്ടൽസ്, അവിടെയൊക്കെ വാഷ്റൂംസ് ക്ലീൻ ആവണമെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധമാണ്, അല്ലേ? ഡേർട്ടി ആയ വാഷ്റൂം നമുക്ക് ഒരിക്കലും കയറാൻ പോലും തോന്നാറില്ല. അപ്പോൾ അതൊക്കെ ആരാണ് ക്ലീനാക്കി വെക്കുന്നത്? ഈവൻ നമ്മൾ ഓഫീസിലോ കുട്ടികൾ പോകുന്ന സ്കൂളിൽ ഒക്കെ ആ വാഷ്റൂംസൊക്കെ നീറ്റാക്കി വെക്കുന്നവർ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്ന് ഒരു ദിവസം എടുത്ത് നന്ദി പറയാം. ഓക്കെ, എസ്പെഷ്യലി ഈ റിപ്പബ്ലിക് ഡേന് നമ്മളെ ചുറ്റും സർവീസ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിനെ
ഇത്ര മനോഹരമാക്കി തീർക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നന്ദി പറയാം. പോലീസുകാർ, ഓക്കെ, ട്രാഫിക് പോലീസ്, അവർ നമുക്കറിയാം വേനൽക്കാലത്ത് എത്ര ചൂട് അനുഭവിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ഞാൻ കുറേ പേര് അവരെ ഇങ്ങനെ കുറ്റം പറയണത്, ഏത് സമയം മൊബൈൽ നോക്കി നിൽക്കുന്നു, ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ അറിയില്ല, ബ്ലാ 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 ബ്ലാ. അത് ചില സമയത്ത് അവരും അടുത്ത് അവർ മൊബൈൽ നോക്കുമായിരിക്കും. എത്ര നേരമാണ് അവർ ആ ചൂടത്ത് നിൽക്കുന്നത്? അവർക്ക് ആരെങ്കിലും ഒരു ബോട്ടിൽ വെള്ളം ഓഫർ ചെയ്യുന്നുണ്ടോ? അപ്പം അങ്ങനെ ഒരു അവർക്ക് നമ്മുടെ ഒരു താങ്ക് യു കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ആ സന്തോഷം, ഓക്കെ, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് പോയി നന്ദി പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് നന്ദി പറയാം, അവർക്ക് ബെസ്റ്റ് വിഷസ് നേടുക. ഓക്കെ, അവർക്ക് നല്ലത് വരുത്തണേ എന്ന് നമ്മളൊന്ന് ആശംസിക്കുക. അവർ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഇന്ന് നമുക്ക് മറക്കാനാവാത്ത ആൾക്കാരാണ് നമ്മുടെ ആർമി, അല്ലേ, മിലിറ്ററി ഫോഴ്സ്, നേവി, എയർഫോഴ്സ്. ഇവരെല്ലാവരും രാപ്പകലില്ലാതെ നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതാണ്, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മൾ രാത്രി മനസ്സമാധാനത്തോടെ കടന്നുറങ്ങാൻ വേണ്ടി. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ സംഭവിച്ചതെന്ന്. ഓക്കെ, ഓർക്കാപ്പുറത്ത് വന്നൊരടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സോൾജേഴ്സ്, ഓക്കെ, നമുക്ക് വേണ്ടി എത്ര നീതി പുലർത്തുന്നു. ഓക്കെ, അതിന് തക്കതായ ഒരു ഉത്തരം നമ്മൾ കൊടുത്തു. അത് ഈ ആർമി ജവാൻസിൻ്റെ ധൈര്യം, അല്ലേ, നേവിയിലും എയർഫോഴ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർ. അതുപോലെ നമുക്ക് എത്രയോ ആക്രമണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവർ, അല്ലേ. അപ്പോൾ പണ്ട് ഉണ്ടായ വാറും ഇതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കുറേ എയർലൈനിനെ കിഡ്നാപ്പ് ചെയ്ത് ആൾക്കാരെ വെച്ചതും എല്ലാം. അപ്പോൾ ഇത്രയും ദുർഘടമായ നിമിഷങ്ങളിൽ താജ് അറ്റാക്ക്, അങ്ങനെ എത്ര നമുക്ക് പറയാനുണ്ട്. അവരിൽ നിന്നും കുറേ ജീവൻ അൺഫോർച്ചുനേറ്റ്ലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ വരാനിരിക്കുന്ന മേജർ ദുരിതത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച എല്ലാ സൈനികർക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക, അല്ലേ. അവർ കുടുംബങ്ങളിൽ നിന്നും നിന്നിട്ടാണ് അവരിത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഓരോ ദിവസം ജോലി ചെയ്യുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരുന്നാൽ മതി, അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്ദി പറയാം. അപ്പം നമ്മൾ കാണാതെ, നമ്മൾ പോലും അറിയാതെ കുറേ പേര് അവരുടെ ഡ്യൂട്ടി ഭയങ്കര എന്താ പറയുക, ആത്മാർത്ഥതയോടും ഡെഡിക്കേഷനോടും കൂടെ ചെയ്യുന്നത് കാരണം നമ്മുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകുന്നു. അപ്പോൾ ഇവരോടെല്ലാം നന്ദി പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ് വളരുന്നത്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എപ്പോഴും ബസ്സിൽ കയറുമ്പോൾ ആ ബസ്സിലുള്ളവർക്ക് എല്ലാവർക്കും നല്ലത് വരണേ. ഓക്കെ, ജസ്റ്റ് ഒരു ഹാഫ് എ സെക്കൻഡ് എടുത്തിട്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരണേ. ഡ്രൈവർക്കും കണ്ടക്ടറിനും പ്രത്യേകം നന്ദി, അവിടുത്തെ ക്ലീനറിന് പ്രത്യേകം നന്ദി എന്ന് ഇങ്ങനെ എല്ലാവരും പോസിറ്റീവായിട്ട് ആശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഭൂമിയിൽ പോസിറ്റീവ് വൈബ്രേഷൻസ് വളരെ ഹൈ ആവും. ഭയങ്കര ഒരു ഹീലിംഗ് പവറാണ് അതിനുള്ളത്. അപ്പോൾ ഈ നടക്കുന്ന യുദ്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും അതെല്ലാം തനിയേ കുറയും. ഓക്കെ, കലിയുഗത്തിൽ ചെയ്യേണ്ട കാര്യമാണ് എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കുക, നല്ലത് ആശംസിക്കുക. ഓക്കെ, ആരെ പറ്റിയും കുറ്റം പറയണ്ട. അവർ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ റാഷ് ഡ്രൈവിങ്, ഓക്കെ, ചില സമയത്ത് ചിലവർ ഭയങ്കര കൺട്രോൾ വിട്ട് വണ്ടി അങ്ങനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാല്ല. എങ്കിലും ഞാൻ പറയുകയാണ്, പെട്ടെന്ന് നമ്മൾ പോകുന്ന സമയത്ത് സൈഡിൽ കൂടെ കുറുകെ ചാടി, ഓക്കെ, അവർ ചിലപ്പോൾ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും ചിലർ, ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ബാഡ് മൂഡിൽ നിന്നായിരിക്കും ഇറങ്ങിയത്. അവരെ ഞാൻ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യല്ല. പക്ഷേ നമ്മളായിട്ട് അവരോട് നിലവിളിക്കേണ്ട കാര്യമില്ല, വിട്ടുകളയുക. നമ്മൾ നിലവിളിച്ച് നമ്മുടെ മൂഡാണ് സ്പോയിലാവുന്നത്. പിന്നെ ആ ദിവസം മുഴുവൻ നമുക്ക് ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് ആലോചിക്കുക, ഏത് മാനസിക സ്ഥിതിയിലാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞില്ല, അവന് സമാധാനം സന്തോഷം കൊടുക്കട്ടെ എന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയാൽ എന്ത് ചേഞ്ചാണ് വരിക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ചുറ്റുമുള്ളവർക്ക് എപ്പോഴും മാജിക്കൽ ഡസ്റ്റ് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യാം. അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ
ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെയാണ് ഫുൾ, ബുക്ക് വായിക്കുന്നില്ല. കാരണം ഞാൻ എക്സ്പ്ലനേഷനിൽ കൂടെ എല്ലാവരെയും കവർ ചെയ്തിട്ടുണ്ട്. അതായത് സൂപ്പർ മാർക്കറ്റിൽ, റെസ്റ്റോറൻറ്റിൽ, എയർപോർട്ടിൽ, ഓക്കെ, എല്ലാവരും നമ്മൾ പബ്ലിക്കലി കാണുന്ന, നമുക്ക് അറിയില്ല, നമ്മൾ സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ചില വീട്ടകത്ത്, എങ്കിലും അവർക്ക് മാജിക് ഡസ്റ്റ് നമ്മുടെ കയ്യിൽ, നമ്മൾ ഫുഡിന് മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത പോലെ നമ്മുടെ കയ്യിലൊരു ഷേക്കർ ഉണ്ടെന്ന് വിചാരിക്കുക. ഫിസിക്കലി നിങ്ങൾ പോയി അവരുടെ അവിടെ ഇങ്ങനെ ചെയ്യണമെന്നില്ല, തെളിക്കണമെന്നില്ല, ഓക്കെ. ജസ്റ്റ് ഒന്ന് മനസ്സിൽ നിന്ന് വിചാരിക്കുക, ഓക്കെ, ഐ എം സ്പ്രിങ്ക്ലിങ് മാജിക്കൽ ഡസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് നല്ലത് ആശംസിക്കുന്നു, അവർക്ക് എപ്പോഴും നല്ലത് വരട്ടെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അവർക്ക് താങ്ക് യു പറയാം. അവർ കുറേ എസ്പെഷ്യലി ഇങ്ങനെ ക്ലീനേഴ്സ് അല്ലേ, നമ്മുടെ ഗാർബേജൊക്കെ എടുത്തിട്ട് പോകുന്നവർ, അവർക്കൊക്കെ നമ്മൾ നന്ദി പറയാം. നമ്മുടെ പരിസരം നീറ്റാക്കി വെക്കുന്നത് അവർ കാരണമാണ്. നമുക്ക് പോയി റോഡ് അടിച്ചു വരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. റോഡിലത്തെ ഇതൊക്കെ മാലിന്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അത് ചെയ്യുന്നവരോട് നമ്മൾ നന്ദി പറയാം. അല്ലാതെ പുറത്തിറങ്ങിയതും അവിടെ കണ്ടില്ലേ എന്തൊരു ഗാർബേജാണ്, ഗവൺമെൻറ് അതൊന്നും നേരാക്കി വെക്കുന്നില്ല, അതാണ് ഇതാണ് 100 കുറ്റം പറയാതെ നമ്മൾ മനസ്സുകൊണ്ട് നല്ലത് ചെയ്യുന്നവരോട് നന്ദി പറയാം. ആരെങ്കിലുമൊക്കെ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ അതിന് നന്ദി പറയാം. അതാണ് ഇന്നത്തെ ചാപ്റ്റർ, ഓക്കെ. അപ്പോൾ എല്ലാവരും ഇന്ന് തീരുമാനം എടുക്കുക, ഞാൻ പുറത്തിറങ്ങുമ്പോൾ, ഓക്കെ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നന്ദി പറയാം, ഓക്കെ. എസ്പെഷ്യലി മാതാപിതാക്കൾ ഒരു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മാജിക്കൽ ഡസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇന്നത്തെ ദിവസം കുട്ടികൾ മനോഹരമായിട്ട് സ്കൂളിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കലാപരിപാടികളും നന്നായി ചെയ്യുന്നുണ്ട്, ഓക്കെ. അല്ലാതെ ഭയങ്കര വെപ്രാളത്തിലല്ല കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ടത്, ഓക്കെ. ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പോട്ടെ എന്ന് നമ്മൾ അവരോടും അവരുടെ ടീച്ചേഴ്സിനോട്, അവരുടെ പ്രിൻസിപ്പലിനോട് ഒക്കെ നന്ദി മനസ്സിൽ നിന്ന് പറയാം. കുട്ടികളെ സുരക്ഷിതമായ ഒരു എൻവയോൺമെൻറ്റിൽ പഠിപ്പിക്കുന്നതിന് നന്ദി, ഓക്കെ. അപ്പോൾ അങ്ങനെ മാജിക്കൽ ഡസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യാനുള്ള ദിവസമാണ് നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേ. നമ്മൾ എല്ലാവരെയും, നമ്മുടെ ദേശത്തെ സേവിക്കുന്ന എല്ലാ പബ്ലിക് സർവീസ് പീപ്പിളിനും നമ്മൾ ഹൃദയത്തിൽ നിന്നും ഒരു നന്ദി പറയുക. പിന്നെ നിങ്ങളുടെ 10 ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നാലും എല്ലാവരും അധികവും വീട്ടിലായിരിക്കും, അപ്പോൾ സമയമില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. 10 ഗ്രാറ്റിറ്റ്യൂഡ് എന്തായാലും ഒന്ന് എഴുതുക. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നല്ല കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് അതിന് നന്ദി പറയുക. നല്ല സമാധാനമായിട്ട് ഉറങ്ങുക. നമ്മൾ നല്ല പോസിറ്റീവ് തോട്ട്സ് വെച്ച് ഉറങ്ങിയാൽ തീർച്ചയായിട്ടും രാവിലെ ഭയങ്കര ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും കൂടി നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും. ഇനി നാളത്തെ ചാപ്റ്ററിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാജിക്കൽ മോർണിംഗിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ അല്ലേ, ഡേ 11 ഇസ് മാജിക്കൽ മോർണിംഗ്. അപ്പോൾ നമ്മൾ ദിവസം എങ്ങനെ തുടങ്ങണം, ഓക്കെ, ഇത്ര ദിവസം നമ്മൾ എങ്ങനെ രാത്രി നമ്മൾ കടന്ന് ഏത് മൈൻഡ് സെറ്റിനാണ് രാത്രി ഉറങ്ങേണ്ടത് എന്ന് പറഞ്ഞു. ഇനി നാളത്തെ അടുത്ത ദിവസത്തെ പ്രാക്ടീസ് മാജിക്കലായിട്ട് നമുക്ക് നമ്മുടെ ദിനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്, ഓക്കെ. അപ്പോൾ വിഷിങ് യു വണ്ടർഫുൾ റിപ്പബ്ലിക് ഡേ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. വിഷിങ് യു എ വണ്ടർഫുൾ വീക്ക്. ഈ ആഴ്ച എല്ലാവർക്കും നല്ല സന്തോഷം, നല്ല സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു. സി യു. ബൈ ബൈ.